നമ്മൾ ഈ സാധാരണ ആളുകളെ ഈ കോഷ്യസ് ആയിരിക്കേണ്ട ഈ ഗാസ്ട്രോ റിലേറ്റഡ് പ്രോബ്ലംസിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും പറയാ? ഗ്യാസ്ട്രോ സംബന്ധമായ സിംറ്റംസ് നമ്മുടെ പബ്ലിക്കിന് വളരെ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് ആണ്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ വയറുവേദന, ലൂസ് സ്റ്റൂളായിട്ട് പോവുക, ഛർദി, അങ്ങനെ പല പല സിംറ്റംസ് ഉണ്ട്. എങ്കിലും നമ്മൾ ഒരു ഡോക്ടറെ കാണണം, നിർബന്ധമായിട്ട് ഒരു ടെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് വാണിംഗ് ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം ഇവിടെ വന്ന് തടയുക, നിരന്തരമായിട്ട് നീണ്ടു നിൽക്കുന്ന ഛർദി, പിന്നെ വെയിറ്റ് ലോസ്. നല്ല രീതിയിൽ എല്ലാവരും പറയുന്നത് വെയിറ്റ് കുറയുന്നു, വയറ്റിൽ കൂടെ മലം പോകുമ്പോൾ രക്തം പോവുക, മലത്തിൽ കറുത്തു പോവുക, അല്ലെങ്കിൽ വയറ് തൊടുമ്പോൾ വയറ്റിനകത്ത് മുഴ തുടങ്ങിയവ കാണുക. പിന്നെ ഈ നിരന്തരമായിട്ടുള്ള ഗ്യാസ്ട്രോ സിംറ്റംസ്, കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്യാസ്ട്രോ സംബന്ധമായിട്ടുള്ള ക്യാൻസർ ഉണ്ടായിരിക്കും, കുടുംബത്തിൽ ഉദ്ദേശിച്ചത് അടുത്ത ബന്ധുക്കൾക്ക്, ഫാദർ, മദർ, സിബ്ലിങ്സിന് ആർക്കെങ്കിലും അങ്ങനെയുള്ള വൻകുടലിലോ ആമാശയത്തിലോ ക്യാൻസർ ഉണ്ടായിരിക്കുക, അങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും ഒരു എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. പിന്നെ ബ്ലഡിന്റെ അളവ്, രക്തത്തിന്റെ അളവ് കുറവാണെങ്കിലും, അത് അയൺ ഡെഫിഷ്യൻസി, അനീമിയ ആണെങ്കിൽ എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ചെയ്യേണ്ട ആവശ്യം വരും. ഇത്തരം സിംറ്റംസ് ആണ് നമ്മൾ ഒരു രോഗി കോഷ്യസ് ആവേണ്ട, ശ്രദ്ധിക്കേണ്ടുന്ന ലക്ഷണങ്ങൾ. മോഷനിൽ ബ്ലഡ് പോകുക എന്നുള്ളത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ്. ഇതിപ്പോ ഇങ്ങനത്തെ കാര്യം ആരും പുറത്തു പറയില്ല. അപ്പൊ അവര് അത് മലത്തിൽ ഒരു മൂലക്കുരു എന്നുള്ള ഒരു തീരുമാനത്തിൽ അവരങ്ങനെ കുറച്ച് നാൾ അതിനെ വാച്ച് ചെയ്യും. പിന്നെ അതിന്റെ അടുത്ത ഘട്ടം അതൊരു മലബന്ധമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴേ അത് പരിശോധിക്കാൻ വരുള്ളൂ. അപ്പൊ ബ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സിംറ്റം ഉണ്ടാകുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ ഒരു സർജനെ കാണിച്ചിട്ട് അവിടെ പരിശോധിപ്പിച്ചിട്ട് വേണം എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏറ്റവും കോമൺ മൂലക്കുരുവിലെ ബ്ലീഡ് തന്നെയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ വൻകുടൽ സംബന്ധിച്ചുള്ള ക്യാൻസറുകളൊക്കെ കൂടി വരികയാണ്. അതിന്റെ മിക്കതിന്റെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം ബ്ലീഡ് തന്നെയാണ്. ഇത് നമ്മൾ പരിശോധിക്കാതെ ഒരു കൊളോണോസ്കോപ്പി ചെയ്യാതെ ആർക്കും അറിയാൻ പോകുന്നില്ല. മൂലക്കുരുവിന്റെ ബ്ലീഡിന് വേണ്ടിയിട്ട് അവരുടെ ചികിത്സയും പിന്നെ നാട്ടിലുള്ള വേറെ ഇംഗ്ലീഷ് മരുന്നല്ലാത്ത രീതിയിലുള്ള ചികിത്സ എല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാൻസറുകളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ സർജറി പോലും ഒഴിവാക്കാം. അത് കഴിഞ്ഞിട്ടുള്ള കീമോതെറാപ്പി ഒഴിവാക്കാൻ പറ്റും. അതിനനുബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് നിസാരമായി ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും, ചിലപ്പോൾ ബാഗ് വെക്കേണ്ടി വരും, ചിലപ്പോൾ കീമോതെറാപ്പി, റേഡിയേഷൻ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് നേരത്തെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കാൻ, ചെറിയ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി ക്യൂർ ആക്കാൻ പറ്റുന്ന സംഗതികൾ വളരെ വലിയ ട്രീറ്റ്മെന്റ് ചെയ്താൽ പോലും ചിലപ്പോൾ ക്യൂർ റേറ്റ് ഇല്ലാത്ത രീതിയിലേക്ക്, ഒരേ അസുഖം തന്നെ രണ്ട് സമയത്ത് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്യുന്നതും ലേറ്റ് ആയി ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം അതാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ്. ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഒരു സിഗ്മോഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ചെയ്ത് നോക്കുക. പൈൽസ് ആണെന്ന് തോന്നിയാൽ പോലും പലപ്പോഴും നമുക്ക് പേഷ്യൻസിനെ കാണാറുണ്ട്. പൈൽസ് ഉള്ള പേഷ്യൻസ് സർജറി കഴിഞ്ഞിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ ക്യാൻസർ കണ്ടിട്ടുണ്ട്, അങ്ങനെ അവരെ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വൻകുടലിലെ ക്യാൻസർ സിംറ്റംസ് വന്നു തുടങ്ങാൻ കുറെ മാസങ്ങളും വർഷങ്ങളും എടുക്കും. അതിന് മുന്നേ അവിടെ മഴ തുടങ്ങും. ഇപ്പം കൊളോണോസ്കോപ്പി, സ്ക്രീനിങ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന സംഭവം ചെയ്യാന്നുള്ളതാണ് കോളനിലെ, വൻകുടലിലെ അല്ലെങ്കിൽ രക്തത്തിലെ, മലാശയത്തിലെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മാർഗം. ACG, അമേരിക്കൻ കോളേജ് ഓഫ് കാസ്ട്രോൻട്രോളജിയുടെ ഗൈഡ് ലൈൻ പ്രകാരം 45 വയസ്സിന് എബോവ് ഉള്ള ആൾക്കാർ കൊളോണോസ്കോപ്പി ചെയ്യണം. ഒരു 10 വർഷത്തിലൊരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്യണം. അല്ലെങ്കിൽ വേറെ ടെസ്റ്റ് ചെയ്യാം, FIT എന്ന് പറഞ്ഞിട്ട് ഫീക്കൽ ഇമ്മ്യൂണോകെമിക്കൽ ടെസ്റ്റ്, അത് സ്റ്റൂളിൽ രക്തം പോകുന്ന നോക്കുന്ന ടെസ്റ്റ്, അത് എല്ലാ വർഷവും ചെയ്യണം. അത് പോസിറ്റീവ് ആണെങ്കിൽ കൊളോണോസ്കോപ്പി ചെയ്യാൻ വിമുഖതയുള്ള ആൾക്കാർ. പിന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും വൻകുടലിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ബന്ധുവിന്, അടുത്ത ബന്ധുവാണെങ്കിൽ ആ ബന്ധുവിന് എപ്പോഴാണോ ക്യാൻസർ വന്ന ഏജ് അതിനേക്കാളും 10 വർഷം മുന്നേ കൊളോണോസ്കോപ്പി ചെയ്യണം. ഉദാഹരണത്തിന് ഒരു 45 ഏജ് ഉള്ള ഒരു ബ്രദറിന് കോളൻ ക്യാൻസർ ഉണ്ടെങ്കിൽ 35 ഏജ് ഉള്ള സിബ്ലിങ്സ് കൊളോണോസ്കോപ്പി അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഇത് ഫാമിലിയിൽ ജീൻസ് ഉണ്ട്, കോളൻ ക്യാൻസറിന്റെ ഒരുപാട് FAP ജീൻസുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഫാമിലിയിൽ ഇത് സ്പ്രെഡ് ആവാം, ഫാമിലിയിൽ വരാം. അടുത്ത ബന്ധുവിനുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നേരത്തെ തന്നെ കൊളോണോസ്കോപ്പി ചെയ്യണം. ആ അടുത്ത ബന്ധുവിന് എപ്പോഴാണ് ഉണ്ടായത് അതിനേക്കാളും 10 years ബിഫോർ കൊളോണോസ്കോപ്പി ചെയ്യണം. FAP ഒക്കെ ഉള്ള ആൾക്കാർ എനിക്ക് 10 വയസ്സ് ആണെങ്കിൽ 10 വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കുറെ കൊളോണിക് പോളിപ്പോസിസ് സിൻഡ്രോംസിന് വെരി ഏർലി നമ്മൾ സ്ക്രീനിങ് തുടങ്ങും. ഈ ഫാമിലി ഹിസ്റ്ററി അല്ലാതെ, ഹെറിഡിറ്ററി അല്ലാതെ വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഇതിനെ ട്രിഗർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ പറയുന്നതിൽ ഭക്ഷണ രീതി ഒരു വില്ലനായിട്ട് തന്നെ വരുന്നുണ്ട്. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഫൈബർ കുറഞ്ഞ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ട് വരാം. പിന്നെ സ്മോക്കിംഗ്, ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ലോ ഫൈബർ ഡയറ്റ്. ക്യാൻസറുകൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴും കാണുന്നത് വെസ്റ്റേൺ കൺട്രീസിലാണ്. അതിന്റെ ഒരു റീസൺ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് ആണെന്നാണ് പറയാറ്, നമ്മുടെ നാട്ടിനേക്കാൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലും കൂടി വരുന്നുണ്ട്, ബിക്കോസ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് മാറുന്നുണ്ട്. ഇപ്പൊ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ ആ ഒരു ഫാക്ടർ ഒഴിവാക്കാൻ പറ്റും. ഈ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്നുള്ള സംഭവം എന്താ? അത് നമ്മൾ സാധാരണ എൻഡോസ്കോപ്പി തന്നെ അതിന്റെ ടിപ്പിൽ ഒരു അൾട്രാസൗണ്ട് പ്രോസസർ ഉണ്ടാവും. സാധാരണ എൻഡോസ്കോപ്പിയിൽ നമ്മൾ കുടലിന്റെ ഭിത്തി, ആമാശയത്തിന്റെ ഭിത്തി മാത്രമാണ് കാണുന്നത്. എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ടിൽ ഈ സ്കാനിങ് മെഷീൻ വെച്ച് ഭിത്തിക്ക് പുറത്തുള്ള സ്ട്രക്ചറുകളും കാണും. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് പിത്തനാളിയിൽ പിത്തനാളി എന്ന് പറയുന്ന ട്യൂബിൽ കല്ലുണ്ടോ നോക്കാൻ
ഉപയോഗിക്കാം. പാങ്ക്രിയാസിൽ ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ബയോപ്സി എടുക്കാൻ ഉപയോഗിക്കാം. പാങ്ക്രിയാസിൽ പഴുപ്പുണ്ടെങ്കിൽ അത് കുത്തിയെടുക്കാൻ ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ കുടലിലുണ്ടാകുന്ന ചെറിയ ചെറിയ ട്യൂമറുകൾ അത് ഏത് ലെയറിലേക്ക് ബാധിച്ചിട്ടുണ്ടെന്ന്, കുടലിൽ പല പല ലെയറുകളുണ്ട്, മസിൽ ലെയറിലേക്ക് പോയിട്ടുണ്ടോ, പിന്നെ അതിന് പുറത്തുള്ള കഴലുകളിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ, അങ്ങനെയൊക്കെ നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മുൻകാലങ്ങളിൽ പാങ്ക്രിയാസിലെ ട്യൂമർ ഉണ്ടെങ്കിൽ ബയോപ്സി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വന്നതോടുകൂടി നമുക്കൊരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ബയോപ്സി എടുക്കാം. അതിൽ നിന്ന് ബയോപ്സി എടുത്ത് അസുഖം എന്താണെന്ന് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാം. അതാണ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഡയഗ്നോസ് നടക്കും. ധാരാളം തെറാപ്പികൾ ലൈക്ക് പറഞ്ഞ പോലെ പാങ്ക്രിയാസിലെ പഴുപ്പെടുക്കുക, പിന്നെ ചില ക്യാൻസറുകൾ വന്നിട്ട് ഡക്റ്റൊക്കെ അടഞ്ഞു പോകുന്ന അസുഖമുണ്ട്. അങ്ങനെ മഞ്ഞപ്പിത്തം കാരണം ഒരു വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് പിത്തം വലിച്ചെടുക്കുക, അകത്തേക്ക് വലിച്ചെടുക്കാം. മുമ്പൊക്കെ പുറത്തേക്കായിരുന്നു, അപ്പോൾ പുറത്തേക്ക് ട്യൂബ് കിടക്കും. ഇതിപ്പോൾ അകത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ പേഷ്യന്റിന് ഒരു കംഫർട്ടാണ്. ട്യൂബ്ലെസ് ആണ്. ട്യൂബായിട്ട് ജീവിക്കാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതിപ്പോൾ അകത്തേക്കാണെങ്കിൽ അറിയില്ല, അകത്ത് കിടന്നോളൂ, നമ്മുടെ കുടലിലൊക്കെ തന്നെ കിടന്നോളൂ. ഫിസിയോളജിക്കലി എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോകും. ഒരു ട്യൂബ് ഉണ്ടാവും അവിടെ, പക്ഷേ രോഗിക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് ആയിട്ടുള്ള ഇത്തരസൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട് യൂസ് എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വെച്ചിട്ട്. അപ്പോൾ ഒരാൾക്കൊരു പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്ന് വിചാരിക്കുക, അപ്പോൾ അയാൾ പ്രകടമായിട്ട് അയാളിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? പിത്തസഞ്ചി കല്ലിൽ വലിയൊരു ശതമാനം ആൾക്കാരിലും യാതൊരു ലക്ഷണം ഉണ്ടാക്കില്ല. അതവിടെ സിംറ്റമാറ്റിക് ആയിട്ട് കിടന്നോളൂ. അങ്ങനെയുള്ള ആൾക്കാർക്ക് യാതൊരു ട്രീറ്റ്മെന്റും ആവശ്യമില്ല. പിന്നെ ചെറിയ കല്ലൊക്കെ ആണെങ്കിൽ ഒരു ടാബ്ലറ്റ് കൊടുത്താൽ ചിലർക്ക് അത് കുറയാറുണ്ട്. യൂഷ്വലി ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. എന്നാൽ അത് സിംറ്റംസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വാർണിംഗ് സൈനാണ്. ഒരു സ്പെക്ട്രം ഓഫ് സിംറ്റംസ്, അസുഖങ്ങൾ ഈ കല്ലുകൊണ്ട് ഉണ്ടാവും. അതിന്റെ ഒരു തുടക്കം ചെറിയ വേദന മാത്രമായിരിക്കും. പിന്നീട് അത് ചിലപ്പോൾ പിത്തസഞ്ചി പഴുപ്പാവാം, അപ്പൊ കടുത്ത സഹനീയമായ വേദനയും പനിയൊക്കെ വരാം. പിന്നെ ട്യൂബിൽ പോയിട്ട് ഈ കല്ല് പോയി അടഞ്ഞിട്ട് മഞ്ഞപ്പിത്തവും പനിയായിട്ട് വരാം. പാങ്ക്രിയാസിൽ പോയി നീരുണ്ടാക്കാം. പിന്നെ ഇതുകൂടാതെ പിത്തസഞ്ചിനെ പൊട്ടി പഴുപ്പ് വരാം. പിത്തസഞ്ചിയിലെ കല്ല് ഉള്ള ആൾക്കാരിൽ 20% ആൾക്കാർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് 100 ആൾക്കാർക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെങ്കിൽ അത് 20% ആൾക്കാരെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരിൽ അവർ എന്തെങ്കിലും വേറെ റീസൺ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പൊ 80% ആൾക്കാർക്കും അതിനൊരു ചികിത്സ ആവശ്യമില്ല. അത് സ്കാൻ ചെയ്യുമ്പോൾ കണ്ടു വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അതുമായിട്ട് അങ്ങനെ പോവാം. അവരുടെ ജീവിതത്തിൽ അത് പിന്നീട് ഒരിക്കലും വേദന ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത 20% ഉള്ളൂ. പക്ഷെ ഒരിക്കൽ അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തുടർച്ചയായിട്ട് ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കാനും അതിന്റെ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ 20% ഓഫ് ആൾക്കാരിൽ ആ സിംറ്റം വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് ചികിത്സ വേണം. അതിൽ പ്രധാനമായിട്ടും സർജറി തന്നെയാണ്. പിത്തസഞ്ചി എടുത്ത് കളയുന്ന സർജറി തന്നെ ചെയ്യണം. അപ്പോൾ കിഡ്നിയിലെ കല്ല് പോലെ കല്ല് മാത്രം കളയലല്ല ഇതിന്റെ. എല്ലാവരും അതാണ് ചോദിക്കുക, കല്ല് മാത്രം കളഞ്ഞാൽ പോലെ എന്റെ വീട്ടിൽ ആ ഒരു അസുഖം ഉണ്ടായിട്ട് കല്ല് മാത്രമാണല്ലോ കളഞ്ഞത്. കിഡ്നി നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു അവയവമാണ്. പിത്തസഞ്ചി കേടുവന്ന പിത്തസഞ്ചിയിലാണ് കല്ല് കൂടുതലും വരുന്നത്. ഓക്കെ, അങ്ങനത്തെ പിത്തസഞ്ചിയുടെ പ്രവർത്തനം മര്യാദക്ക് നടക്കില്ല. പിന്നെ പിത്തസഞ്ചിയുടെ പ്രവർത്തനം തന്നെ നമുക്ക് അത്ര നിർബന്ധമുള്ള സംഗതിയല്ല. ഒരു പിത്തസഞ്ചി എടുത്ത് കളഞ്ഞു എന്ന് കരുതിയിട്ട് അയാളുടെ ഭക്ഷണ രീതിയിലോ അയാളുടെ ആരോഗ്യത്തിലോ അയാളുടെ ദഹനത്തിലോ ഒന്നും ഒരു കുറവും വരാൻ പോകുന്നില്ല. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. അയാൾക്ക് കുറെ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റാത്തതായിട്ട് വരും, അല്ലെങ്കിൽ ഭാവിയിൽ എന്തോ ഒരു കുറവ് വരും. ഇതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോടും സർജറി പറഞ്ഞാൽ അവർ മാറി മാറി പോവുകയാണ് ചെയ്യുക. പക്ഷെ ശരിക്കും അത് ആ സർജറി ചെയ്ത് അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സ്പെക്ട്രം ഓഫ് പ്രശ്നങ്ങൾ വരാണ്ട്. ഒരു വേദന എന്നുള്ളത് ഒരൊറ്റ ലക്ഷണം മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പനി വരാം, മഞ്ഞപ്പിത്തം വരാം, പാങ്ക്രിയാറ്റൈറ്റിസ് വരാം. അപ്പൊ അതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്ത് പിത്തസഞ്ചി എടുത്ത് കളയുന്നത് ചെറിയൊരു ഓപ്പറേഷനാണ്. ഇന്ന് ചെയ്താൽ നാളെ പോകാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഓപ്പറേഷനാണ്. അത് ആ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിനുശേഷം ചിലപ്പോൾ ERCP കൂടെ ചെയ്യേണ്ടി വരാം. അതായത് പിത്തസഞ്ചിയിലുള്ള കല്ലെങ്ങാനും താഴോട്ട് പിത്തനാളി വഴി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ഓപ്പറേഷനിലൂടെ ആ പിത്തസഞ്ചി എടുക്കുന്നതിലൂടെ ആ കല്ല് കിട്ടില്ല. അപ്പൊ ആദ്യം ERCP ചെയ്ത് പിന്നെ ഒരു തവണ പിത്തസഞ്ചി എടുത്ത് കളയുന്ന ഓപ്പറേഷൻ കൂടെ ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു കാര്യം 2 കാര്യമായിട്ട് മാറും. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആള് പിന്നെ ലൈഫ് ലോങ് മരുന്ന് എടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും എന്ന് പറയുന്നതിനോട് എങ്ങനെയാണ് ആസ് എ എക്സ്പേർട്ട് പ്രതികരിക്കുക? ലൈഫ് ലോങ് മരുന്ന് എടുക്കേണ്ടി വന്നേക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ കൂടുതൽ ആൾക്കാരും അങ്ങനെ ചെയ്യേണ്ടി. കാരണം നമ്മള് ട്രാൻസ്പ്ലാന്റ് ഏതായാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ അല്ലാത്തൊരു ടിഷ്യൂ നമ്മുടെ ശരീരത്തിലേക്ക് വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ശരീരം എപ്പോഴും അതിനെ പുറന്തള്ളാനാണ് ശ്രമിക്കുക. നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ പുറത്ത് നിന്ന് കിട്ടിയ ഒരു അവയവം അധികാലം നമ്മുടെ ശരീരത്തിൽ വെച്ച് പൊറിപ്പിക്കില്ല നമ്മുടെ ശരീരം. അപ്പൊ ആ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് വെക്കുന്ന മരുന്നുകൾ ജീവിതകാലം മുഴുവൻ നമുക്ക് എടുക്കേണ്ടി വന്നേക്കും. അതിന്റെ ഡോസും നമ്പർ ഓഫ് മരുന്നുകളും വ്യത്യാസം വരും. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഒരുപാട് മരുന്നുകളും ഇഞ്ചക്ഷനായിട്ടും ഗുളിയായിട്ടും ഒരുപാട് മരുന്ന് വരുന്നത് കുറെ കാലം കഴിയുമ്പോൾ 2 അല്ലെങ്കിൽ 1 വളരെ അപൂർവമായിട്ട് ചിലർക്ക് നിർത്താനും പറ്റാറുണ്ട്. പക്ഷേ മരുന്ന് വേണ്ടി വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള ഒരു ഓപ്പറേഷനിലേക്ക് പോകുമ്പോൾ അതിനുശേഷം ജീവിതകാലം മുഴുവൻ അതിന്റെ
എന്താണ് പറയുക, ചിട്ടകളും മരുന്നുകളും വേണ്ടി വരും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെ വേണം പോവാൻ. പക്ഷെ അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മളിതിൽ എയിം ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഓപ്പറേഷന് ശേഷം ചില കാര്യങ്ങൾക്ക് നമുക്ക് റെസ്ട്രിക്ഷൻസ് വരുമെങ്കിലും ചില മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നെങ്കിലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അതാണ് ട്രാൻസ്പ്ലാന്റിലെ നമ്മുടെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ. ഈ ആൽക്കഹോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിക്ക് നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ആൽക്കഹോൾ അല്ലാതെ തന്നെ ഇപ്പൊ ഈ അരിഷ്ടം പോലുള്ള ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ഈ ഹെർബൽ ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്കാരുടെയൊക്കെ ലിവറിന് ഈ പറയുന്ന പോലെ മോശകരമായിട്ടുള്ള അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണോ? ആയുർവേദിക് മെഡിസിൻസിൽ പ്രത്യേകിച്ചും ഒന്ന് കൃത്യമായിട്ട് അതിന്റെ കണ്ടൻസ് എന്താണെന്ന് അറിയില്ല. പക്ഷെ പല അനാലിസിസുകളിലും അതിനകത്ത് ഒരുപാട് ഈ ഹെവി മെറ്റൽസ് ഒരുപാട്, അതായത് ലിവറിന് വളരെയധികം ഹാംഫുൾ ആയിട്ടുള്ള കണ്ടൻസ് അതിനകത്ത് ഉണ്ട് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ കഴിച്ച് ലിവർ ഫെയിലിയറിലേക്ക് പോകുന്ന ഇൻസിഡൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ അരിഷ്ടമാണെങ്കിലും നമ്മൾ റെഗുലർലി കൊടുക്കുന്ന ലേഹ്യങ്ങൾ ദശമൂല അരിഷ്ടത്തിനൊക്കെ ഈ പ്രശ്നം ഉണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്ര സത്യമാണെന്ന് എനിക്കറിയില്ല. അരിഷ്ടങ്ങളിലൊക്കെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് വിശ്വാസം എന്ന് വെച്ചാൽ ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലെന്നല്ലേ. ഇവര് സ്ഥിരമായിട്ട് കഴിക്കും. അവസാനം ഇപ്പൊ ഒരു കാലുവേദനയ്ക്കായിരിക്കും അരിഷ്ടം കഴിക്കുന്ന ആൾ സ്ഥിരമായിട്ട് കഴിക്കും, ചെറിയൊരു അഡിക്ഷനും ഉണ്ടാവും. അവസാനം എന്തെങ്കിലും ആവശ്യത്തിന് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ലിവറിൽ സിറോസിസ് അല്ലെങ്കിൽ ഫൈബ്രോസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ ഹെർബൽസ് ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ലിവർ ഇഞ്ചുറി ഉണ്ടാക്കും എന്നുള്ളത് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കുന്നതാണ് നല്ലത്. കൊറോണയ്ക്കൊക്കെ ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഈ ഡീടോക്സ് ഡ്രിങ്ക്സ് ഇപ്പൊ ഭയങ്കരമായിട്ട് വൈറൽ ആവുന്നുണ്ടല്ലോ സാർ. ഇത്തരം ഡീടോക്സ് ഡ്രിങ്ക്സ് ആക്ച്വലി ഹെൽപ്ഫുൾ ആണോ അല്ലെങ്കിൽ അതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് മാത്രമാണോ? എന്താ പറയാ ആസ് എൻ എക്സ്പേർട്ട്? അപ്പൊ ലിവർ ഡീടോക്സിഫിക്കേഷന് വേണ്ടിയുള്ള ഡ്രിങ്ക്സ്, പ്രോബയോട്ടിക് ഡ്രിങ്ക്സ്, അത് ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റാഗ്രാം ട്രെൻഡാണ്. അപ്പൊ അതില് ലിവർ ഡീടോക്സിഫിക്കേഷൻ, ലിവർ ഡീടോക്സിഫൈ ചെയ്യുന്ന സാധനമാണ്. ലിവർ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന എല്ലാ, ഈവൻ ഡ്രഗ്സ് പോലും ഡീടോക്സിഫൈ ചെയ്യുന്നതാണ്. എല്ലാ സാധനത്തിനും ഡീടോക്സിഫൈ ചെയ്തിട്ടാണ് ബ്ലഡിലേക്ക് ഇത് ലിവർ വിടുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അബ്സോർവ് ചെയ്ത് ആദ്യം ലിവറിലോട്ടാണ് പോകും. അപ്പൊ ലിവറിൽ ചെന്ന് പ്രശ്നമുള്ള സാധനത്തെ മൊത്തം നശിപ്പിച്ചിട്ടാണ് പിന്നെ ബ്ലഡിലോട്ട് കയറുന്നത്. ലിവറിന് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വേണ്ട. ലിവർ ഡീടോക്സിഫൈ ചെയ്യുന്ന സാധനമാണ്. എന്ത് കൊടുത്താലും ലിവർ ഡീടോക്സിഫൈ ചെയ്യും. അവസാനം ലിവറിന് പറ്റാതെ കുറെ കാലം ലിവർ ഡീടോക്സിഫൈ ചെയ്ത് ലിവറിന് ഇഞ്ചുറി ഉള്ള സാധനങ്ങൾ നമ്മൾ കഴിച്ച് അവസാനം ലിവറിന്റെ 80% നശിക്കുമ്പോഴാണ് ലിവർ ഡിസീസിൽ എന്തെങ്കിലും ലക്ഷണങ്ങൾ തുടങ്ങുന്നത്. നേരത്തെ കണ്ടുപിടിക്കുന്ന വേറെ എന്തെങ്കിലും ആവശ്യത്തിന് സ്കാൻ എടുക്കുമ്പോഴാണ് ലിവർ സിറോസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാറ്. പിന്നെ ഈ പ്രോബയോട്ടിക് ഡ്രിങ്ക്സും ഇപ്പം എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഗട്ട് ഡിസ്ബയോസ് ആണ്, ഗട്ടിന്റെ മൈക്രോബയോട്ട പ്രശ്നമാണെന്നൊക്കെ ഉള്ള ഒരു തെറ്റായിട്ടുള്ള പ്രചരണമുണ്ട്. ഗട്ട് മൈക്രോബയോട്ട സിഗ്നിഫിക്കന്റ്, വളരെ ഒരു റിസർച്ച് ടോപ്പിക്കാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് സജസ്റ്റഡ് ആയിട്ട് പറയുന്ന ഒരു സാധനമാണ്. അതിൽ ഇനിയും റിസർച്ചും പഠനങ്ങളൊക്കെ വരാനുണ്ട്. അതിന് മുന്നേ തന്നെ എല്ലാത്തിന്റെയും പ്രശ്നങ്ങളുടെയും കാരണം ഗട്ട് മൈക്രോബയോട്ട ആണ്, അത് ചേഞ്ച് ചെയ്തെല്ലാം മാറും എന്നുള്ള രീതിയിൽ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ അർദ്ധസത്യങ്ങൾ നിറഞ്ഞ പ്രചരണങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന ഒരു രീതിയും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അവയൊന്നും ശാസ്ത്രീയമല്ല. ശാസ്ത്രീയമായ പഠനങ്ങൾ ഈ ഗട്ട് മൈക്രോബയോട്ടയിൽ നടക്കുന്നുണ്ട്, അത് തെളിഞ്ഞു വരണം. ആ ഒരു ഇതെന്ന് പറയുന്നത് ആന്റി ഓക്സിഡൻസ് ആണ് തോന്നുന്നു അല്ലേ അവർ ഉദ്ദേശിക്കുന്നത്. ആന്റി ഓക്സിഡൻസ് ഉള്ള ഒരുപാട്, ഇപ്പൊ നമ്മൾ സാധാരണ കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും ഒക്കെ തന്നെ ഒരുപാട് ആന്റി ഓക്സിഡന്റ് സാധനങ്ങളുണ്ട്, മനസ്സിലായോ? അതിന് അതിന്റെ ഒരു മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജ് എടുത്ത ജ്യൂസ്, അത് പക്ഷെ പല പേരിലും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നുള്ളൂ. അതല്ലാണ്ട് ഫാറ്റി ലിവറിന് വേണ്ടി ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക്സ് ഉണ്ടല്ലോ. ശരി, ഫാറ്റി ലിവറിനെ ഹെൽത്തി ആക്കുന്ന ഡ്രിങ്ക്സ്, അങ്ങനെയൊക്കെ കുറെ പ്രചരണങ്ങളുണ്ടല്ലോ. അതൊന്നും യൂസ്ലെസ് ആണ്. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഒരു മെഡിസിനും എഫക്റ്റീവ് അല്ല എക്സെപ്റ്റ് എക്സസൈസ്, പിന്നെ ലോ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റ്, വെയിറ്റ് റിഡക്ഷൻ, ഈ 3 കാര്യങ്ങൾ. പിന്നെ കോഫിക്ക് ഫാറ്റി ലിവറിൽ നല്ല ഗുണം പറയും. ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ 3 to 4 കപ്പ് ഡെയിലി, ദാറ്റ് വിൽ പ്രിവെന്റ്, അത് നമ്മുടെ ഫാറ്റി ലിവറിന്റെ പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യും, ലിവർ ഫൈബ്രോസ് റിവേഴ്സ് ചെയ്യും, ലിവർ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും. എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുന്ന ഏക പാനീയം കോഫിയാണ്. ഈ കോഫി നമ്മളെ ലിവറിന് നല്ലതാണെന്ന് പറയുമ്പോഴേ ഏറ്റവും നമ്മളെ ലിവറിനെ കൊന്നു കളയുന്ന ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ഫുഡ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 3 പറയാൻ പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും പറയാ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഫസ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. സ്ഥിരമായി സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്ന ആളെ ആൽക്കഹോൾ കഴിക്കുന്ന ആളായിട്ട് തന്നെ കൂട്ടണം. അത് നേരെ ലിവറിലോട്ട് ലിവറിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല, ലിവറിൽ അക്യുമുലേറ്റ് ചെയ്ത് ഫാറ്റ് ആവും, പിന്നെ ഇൻഫ്ലമേഷൻ ആവും, പിന്നെ ഫൈബ്രോസ് ആവും, പിന്നെ ലിവർ സിറോസ് ആവും. ഫസ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. പിന്നെ ഹൈ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഡയറ്റ്. ഇപ്പം നോൺ വെജ് ലിവറിന് വലിയ പ്രശ്നമല്ല, പക്ഷെ നമ്മൾ നോൺ വെജിന്റെ കൂടെ ഒരുപാട് കാർബോടെ കഴിക്കും, നോൺ വെജിന്റെ കൂടെ ടേസ്റ്റ് കാരണം. അത് പ്രശ്നമാണ്. എന്നാൽ നോൺ വെജ് കഴിച്ചാൽ വലിയ പ്രശ്നം വരില്ല ലിവറിന്. പ്രശ്നം ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ഷുഗറി ഡ്രിങ്ക്സുകളൊക്കെയാണ്. ഫാറ്റി ലിവർ എന്നുള്ളത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതെ. ഇതിപ്പോൾ ലിവറിന് എന്തെങ്കിലും ഡിസീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്
പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വളരെ സ്ലോ ആയിട്ട് അത് സിംറ്റംസ് കാണിക്കുള്ളൂ എന്നാണല്ലോ. എന്നാലും സ്ലോ ആണെങ്കിൽ പോലും നമ്മുടെ ലിവർ അത്ര ഹെൽത്തി അല്ല എന്ന് വൈകിയാണെങ്കിലും കാണിച്ചിരുന്ന സിംറ്റംസ് എന്തൊക്കെയാ? ലിവർ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വളരെയധികം റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും ഒരാൾക്ക് ഒരു എക്സാമ്പിൾ ഏകദേശം അത്രയൊക്കെ തന്നെ ഒരു കിലോ ലിവർ ഉള്ള ഒരാൾക്ക്, പക്ഷെ അയാൾക്ക് ശരിക്കും ഒരു 300 ഗ്രാം മതി അയാളുടെ നല്ല ലിവർ ആണെങ്കിൽ. ഓക്കെ, ബാക്കി ഈ 700 ഗ്രാമും ചുരുങ്ങി പോകുന്നത് വരെ അയാൾക്ക് ഒരു ലക്ഷണം ഉണ്ടാവണമെന്നില്ല. ലിവറിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഇതങ്ങനെയാണ്. ഇപ്പോൾ ഈ സിറോസിസ് ഒക്കെ തുടങ്ങി കുറേ നാൾ കഴിയുന്നത് വരെ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ മുന്നേ അൾട്രാസൗണ്ട് ഒക്കെ എടുക്കുമ്പോഴായിരിക്കും കരൾ ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് അറിയാൻ പറ്റുക. ഓക്കെ, ലക്ഷണങ്ങളായിട്ട് പറയുകയാണെങ്കിൽ ലിവർ ഇത്രയും ചുരുങ്ങിയാൽ മാത്രമേ ലക്ഷണങ്ങൾ വരാറുള്ളൂ സാധാരണ. അതിൽ പ്രധാനമായിട്ടും തുടക്കത്തിലൊക്കെ ഉണ്ടാവുന്നത് മേ ബി കാലിൽ നീര് വരാം, പിന്നെ ചിലർക്ക് ലിവറിൻ്റെ ഉള്ളിൽ ചുരുങ്ങുന്നതോടുകൂടി അതിൻ്റെ രക്തക്കുഴലുകളുടെ പ്രഷർ കൂടിയിട്ട് ബ്ലീഡിങ് ആയിട്ട് വരാം, മഞ്ഞപ്പിത്തം ഉണ്ടാവും. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ആ ലക്ഷണങ്ങളായിട്ട് പുറത്തേക്ക് വരുള്ളൂ. ഫാറ്റി ലിവർ ലക്ഷണമില്ലാത്തൊരു അസുഖമാണ്. എന്നാലും ചിലർക്ക് ലിവർ കുറച്ച് വലുതാവുമ്പോൾ വലത് സൈഡിൽ ചെറിയൊരു പെയിൻ ഉണ്ടാകാം, മൈൽഡ് പെയിൻ, കണ്ടിന്യൂസ് പെയിൻ, വേദന ഉണ്ടാവും വയറിന്റെ വലത് സൈഡിൽ. അതൊരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഫാറ്റി ലിവർ കാണും. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അവരെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഡയറ്റും ലൈഫ് സ്റ്റൈലും അഡ്വൈസ് ചെയ്യുക. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അഡ്വൈസ് എന്ന് വെച്ചാൽ ഇത്തരം പരസ്യങ്ങളിലുള്ള മെഡിസിൻസ് എടുത്ത് കഴിക്കാതിരിക്കുക. നിങ്ങളൊന്നും കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ലിവർ മോശമാവില്ല, കഴിച്ച് മോശമാക്കാതെ. അതുപോലെ നമ്മൾ മലയാളികളുടെ ഒരു തെറ്റിദ്ധാരണയാണ്, നമ്മൾ എന്തെങ്കിലും വലിച്ചു വാരി കഴിച്ചിട്ട് നമ്മൾ സോഡ കുടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ദഹിക്കാനാണെന്ന് പറയും. ഇപ്പൊ നമ്മൾ മന്തി കടയിലൊക്കെ പോകുന്ന സമയത്ത് മന്തി കഴിച്ചതിന് ശേഷം നമ്മൾ കൊക്കക്കോള പോലുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യും. അപ്പൊ എന്തിനാ അത് ഡൈജഷന് ദഹിക്കാൻ ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ. കള്ള് കുടിക്കുന്ന പോലെ കൂട്ടണം എന്നാണ് മൂപ്പര് പറഞ്ഞത്. ഈ സോഡ ആൽക്കഹോൾ എന്നുള്ള രീതിയിലാണ്. ഈ സോഡ ഏതെങ്കിലും രീതിയിൽ ദഹിക്കാനുള്ള എന്തെങ്കിലും ഫാസ്റ്റ് ആക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? അതൊരു മിത്ത് മാത്രം അല്ല, അതൊരു നമ്മുടെ ഹാബിറ്റാണ്. അത് നമ്മുടെ ഹാബിറ്റ് കാരണം നമ്മള് ബ്രെയിനില് അല്ലാതെ അതിനകത്തൊന്നുമില്ല. നമ്മുടെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആവുമല്ലോ. നമ്മള് മന്തി ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലോ, പിന്നെ കഴിച്ച് ഇഷ്ടപ്പെടില്ല. അതുപോലെ സോഡ കഴിക്കുന്നത് അങ്ങനെ. സോഡ ഒരു ഹാബിറ്റ് ആയിട്ട് പിന്നെ നമ്മുടെ റിവാർഡ് സിസ്റ്റത്തിൽ വന്നിട്ട് നമ്മൾ ആ ഒരു ഹാബിറ്റ് ഫോളോ ചെയ്തു. ദഹനമായിട്ട് അതിന് വലിയൊരു ബന്ധമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ദഹനം കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഭക്ഷണങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക? നമ്മള് സമീകൃതാഹാരം കഴിക്കുക എന്നുള്ളത്. സമീകൃതാഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പോർഷൻ സൈസ്, കാർബോഹൈഡ്രേറ്റ് 1/4, ഒരു ഹാഫ് വെജിറ്റബിൾസ്, പ്രോട്ടീൻസ് 1/4 ഭാഗം. ഇതാണ് നമ്മൾ എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പോർഷൻ സൈസിൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ധാരാളം രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. നമ്മൾ ഈ ഫാറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴേ അത് നമ്മുടെ ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ടൈം കൂട്ടും. അതായത് ഇപ്പോൾ നമ്മളൊരു ബിരിയാണി അല്ലെങ്കിൽ ഭയങ്കര ഫാറ്റ് ഉള്ള ഒരു കണ്ടന്റ് ഉള്ള ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് കുറേ നേരം നമ്മുടെ സ്റ്റൊമക്കിൽ തന്നെ കിടക്കും, താഴേക്ക് പോവില്ല. മനസ്സിലായോ? അപ്പൊ അത് ദഹിക്കാത്ത പോലെ ഒരു ഫീൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഫാറ്റ് കുറയ്ക്കുന്നത് വഴി കുറച്ചും കൂടെ മോട്ടിലിറ്റി വരുമ്പോൾ കുറച്ചും കൂടെ നമുക്കൊരു സബ്ജക്റ്റീവ് ഫീലിംഗ് ഉണ്ടാവാം, വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ. ദഹനം കൂട്ടാന്ന് വെച്ചാൽ ഫുൾനെസ് ആണല്ലോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറ് വീർത്തിരിക്കുന്നത്, ആ ഒരു ഫുൾനെസ് കുറയ്ക്കാൻ പറ്റും ഫാറ്റ് കുറയ്ക്കുന്നതിലൂടെ. ഈ ദഹനം കൂട്ടാൻ ഈ തൈര് പോലുള്ള യോഗട്ട് നല്ലതാണെന്ന് കേൾക്കാറുണ്ടല്ലോ, പക്ഷെ രാത്രി തൈര് കഴിക്കുന്നത് കൊള്ളില്ല എന്നും പറഞ്ഞു കേൾക്കാം. അതിലെന്തെങ്കിലും അല്ല, തൈര് ഒരു പ്രോബയോട്ടിക് ഒക്കെ ഉള്ള സാധനമാണ്. അത് നമ്മുടെ വയറിന് ഗുണം ചെയ്യുന്നതാണ്. അല്ലാതെ രാത്രി കഴിച്ചുകൂടാ അങ്ങനെയൊന്നുമില്ല, അതിലൊന്നും കാര്യമായിട്ടില്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് 1 hour കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം റിഫ്ലക്സ് സിംറ്റംസ്, അസിഡിറ്റി, പുളിച്ചുകെട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ അതിലൂടെ നമുക്ക് കുറയ്ക്കാനും ഒഴിവാക്കാനും ഒക്കെ പറ്റും. ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നു കഴിയുമ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ കൂടുതലായിരിക്കും. നെഞ്ചരിച്ചത് പോലുള്ള ലക്ഷണം കൂടുതലായിരിക്കും. ഈ പിത്തനാളിയിൽ കൊടുക്കുന്ന കല്ല് ഈ സർജറി വഴി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്താ നമ്മളുടെ കയ്യിലുള്ള അടുത്ത മാർഗം? മുമ്പൊക്കെ ഇത്തരം കല്ലുകൾ സർജറി വഴി എടുക്കാൻ ശ്രമിക്കും. അതായത് ലാപ്രോസ്കോപ്പി വഴി തന്നെ പിത്തനാളി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പം വയറ് തുറന്നുള്ള സർജറിയിലേക്കൊക്കെ പോകും. അതാണ് മുൻകാലങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ നമുക്കൊരു പുതിയ ടെക്നോളജി ഉണ്ട്, ERCP, എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാഞ്ചിയോ പാക്രറ്റോഗ്രാഫി. ഇതെന്ന് വെച്ചാൽ എൻഡോസ്കോപ്പി നമ്മൾ ഇറക്കും. എൻഡോസ്കോപ്പി ഇറക്കുമ്പോൾ നമ്മൾ പിത്തനാളി കുടലിലോട്ട് ജോയിൻ ചെയ്യുന്ന ദ്വാരം നമുക്ക് കാണാൻ പറ്റും. ഈ ദ്വാരത്തിൽ കൂടെ നമ്മളൊരു വയറ് കയറ്റും. എന്നിട്ട് വയറിന്റെ പുറത്തൂടെ ഒരു ബലൂൺ കയറ്റി ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് ആ കുടുങ്ങിയ കല്ലിനെ വലിച്ച് എടുക്കും. അതിനാണ് ERCP എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്.
ഇതിലൂടെ നമുക്ക് കല്ലെടുക്കാൻ പറ്റും. പിന്നെ വലിയ കല്ലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വലിച്ചാൽ വരില്ല, അവിടെ കുടുങ്ങിയിരിക്കും. അങ്ങനെയുള്ള കല്ലിനെയും നമ്മൾ വേറൊരു മെഷീൻ ഈ ഓപ്പണിംഗ് വഴി കയറ്റും. ആ മെഷീൻ വെച്ചിട്ട് ലേസറും അല്ല EHL പോലുള്ള എനർജി ഉപയോഗിച്ചിട്ട് കല്ലിനെ പൊടിച്ച് ചെറുതാക്കിയിട്ട് പിന്നെ വലിച്ചെടുക്കും. അതാണ് ഈ ERCP എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം ഓപ്പറേഷനും വേണം. ഓക്കെ, കാരണം ഇനിയും കല്ലുകൾ മുകളിലുണ്ടാവും. മിക്കവാറും അങ്ങനെ ഒറ്റക്കല്ല് മാത്രമായിരിക്കില്ല. പിന്നെ ഓൾറെഡി കേടുവന്ന പിത്തസഞ്ചി ആയിരിക്കും. അപ്പൊ ഈ പ്രൊസീജിയറിന് ശേഷം പിത്തസഞ്ചി എടുത്ത് കളയുന്ന ഓപ്പറേഷൻ കൂടി കഴിയുമ്പോഴേ അതിന്റെ ചികിത്സ പൂർണ്ണമാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ അടുത്ത കല്ല് ചാടി വരും. പണ്ട് ഞാനൊരു ENT ഡോക്ടറിന് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തെ ഇങ്ങനെ ചെവിയിൽ എന്തെങ്കിലും സാധനങ്ങൾ പരിശോധനയിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് ചെവിയിൽ നിന്ന് കുറേ ഒരു കുട്ടി മറ്റേ ചോക്ക് പെൻസിൽ എപ്പോഴും ഈ ചെവിയിൽ തിരികെ വരുന്നത്ര അതിങ്ങനെ ഡെപ്പോസിറ്റായി കുറേ ചോക്ക് പീസസ് ചെവിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ട്. നിങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടേഴ്സിനെ എൻഡോസ്കോപ്പി ചെയ്തിട്ട് വളരെ വിയേർഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുകയോ ചെയ്തിട്ടുണ്ടോ? ഒന്ന് രണ്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കൊളോണോസ്കോപ്പി ചെയ്തപ്പം ഒരു ബോട്ടിൽ, ചെറിയ ബോട്ടിലൊക്കെ എങ്ങനെയാ ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇടുന്ന ഹാബിറ്റ്സ് പെർവേർഷൻസ് ഉണ്ടാവും. ബോട്ടിലകത്ത് കയറി അത് പിന്നെ കൊളോണോസ്കോപ്പി എടുത്തു. പിന്നെ ഒരിക്കൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത സമയത്ത് ഒരു വൻകുടലിൽ ഒരു സ്നേക്ക് ലൈക്ക് സാധനം ഇങ്ങനെ റൗണ്ടായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട സമയത്ത് പേഷ്യന്റ് കോൺഷ്യസ് ആയിട്ട് അത് ചെയ്യുന്നത്. പേഷ്യന്റ് കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടി, സ്നേക്ക് ഇരിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അവസാനം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായത് മുമ്പ് ഒരു ഹെർണിയ സർജറി ചെയ്ത മെഷ് മുകളിലോട്ട് കയറി കുടലിൻ്റെ അകത്ത് കയറിയിരുന്നു. രോഗി വേദനയായിട്ടാണ് വന്നത്. പിന്നെ ചിലർ ബാറ്ററി വിഴുങ്ങും, ബാറ്ററിക്ക് വിഴുങ്ങി വരും. അത് അറിയാതെ വിഴുങ്ങുന്ന ആൾക്കാരുണ്ട്, പിന്നെ അറിഞ്ഞും വിഴുങ്ങിയിട്ട് ആൾക്കാരുണ്ട്. കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഗതി മുടി തിന്നുന്നത്. അതെ, ഈ പെൺകുട്ടികളിലൊക്കെ സാധാരണ മുടി ഇങ്ങനെ വായിലിട്ട് ചവച്ച് ഇറക്കി അത് വായിൽ അവസാനം ഒരു മേ ബി ഒരു ഗോളാകൃതിയിൽ വലിയൊരു ഉണ്ടയൊക്കെ ആയിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഓപ്പറേഷൻ ചെയ്തവർക്ക് എടുക്കേണ്ടി വരുന്ന ചില, അത് കോമൺ മീൻസ് കോമൺ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മെജോറിറ്റി നമുക്ക് എൻഡോസ്കോപ്പിക്കലി എടുക്കാൻ പറ്റും. പക്ഷെ ആ സമയം ഒരു പാനിക്കാണ്. എൻഡോസ്കോപ്പി ചെയ്യണം, ഒരു രോഗിക്കൊരു ട്രോമയാണ്. അപ്പൊ ഇത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല പരിപാടി ഈ പിന്ന് സേഫ്റ്റി പിന്നിലേക്ക് മാറ്റുക എന്നുള്ളത്. പിന്നെ വായിൽ കടിച്ചു പിടിക്കാതിരിക്കുക, അഥവാ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ. ഇത് പലപ്പോഴും ഒരു 50% ആൾക്കാരിലൊക്കെ തന്നെ പോകാറുണ്ട്. ചിലരെല്ലാം അവിടെ കുത്തി നിൽക്കാറുണ്ട്. കുത്തി നിന്ന് കഴിയുമ്പോൾ അത് ഇൻഫെക്ഷൻ വന്ന് വേറെ പ്രശ്നം വരാം. അപ്പോൾ എൻഡോസ്കോപ്പി ആയിട്ട് എമർജൻസി ആയിട്ട് എടുക്കേണ്ടി വരും. ഇത് ചെറുകുടലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻഡോസ്കോപ്പി എടുക്കാനും പറ്റില്ല. സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ചെറുകുടൽ തുടക്ക ഭാഗത്താണെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പിക്കലി എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ വെയിറ്റ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും കുത്തി തറച്ച് പുറത്തേക്ക് വന്ന ലക്ഷണം ഉണ്ടെങ്കിൽ സർജറി ചെയ്തെടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സർജറി ലാപ്രോസ്കോപ്പിക് അസിസ്റ്റഡ് എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ വഴി എടുക്കേണ്ടി വരും. പിന്നെ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ചുകൂടെ വലിയ എൻഡോസ്കോപ്പി ഉണ്ട്, അതുവഴി എടുക്കാം. എനിവേ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഒരു ഗണ്യമായ ഭാഗം ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള രോഗികളെ എക്സ്റേ എടുത്ത് ഒബ്സർവ് ചെയ്യാറാണ് പതിവ്.